ഹലോ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കുറച്ച് പേരെ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പ്ലസ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പിന്നെ മോഡുലസ് ചെയ്യുന്നത്. മോഡുലസ് എന്തിനായിരുന്നു? റിമൈൻഡർ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ എഴുതിയ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ? ഇത് എന്തിനായിരുന്നു? നമ്മളെ എല്ലാ ഓപ്പറേഷൻസും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഇനി ഇൻ കേസ് ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ പണ്ട് ബോർഡ് മാസ് എന്നൊക്കെ പറഞ്ഞൊക്കെ കണ്ടിട്ടുണ്ട്. അതേ സെയിം സംഭവം തന്നെയാണ്, കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇൻറ്റു 3 - 2. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ, ഇങ്ങനെ ഒരു ലൈൻ ഓഫ് കോഡ് വന്നാൽ എന്ത് ചെയ്യും? ആദ്യം ആര് ചെയ്യും? ആദ്യം ഡിവിഷന് ചെയ്യുമോ? ആദ്യം ഇത് രണ്ടുപേരെയും കൂടി ആഡ് ചെയ്യുമോ? പിന്നെയാണോ ആ കിട്ടുന്ന സമ്മിനെയാണോ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്? പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമോ? പിന്നെയാണോ മൈനസ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റർ പ്രസിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പൊതുവെ പെംഡാസ് എന്നാണ് പറയുന്നത്. അതായത് പാരാന്തസിസിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി കൂടുതൽ, അല്ലെങ്കിൽ പ്രസിഡൻസ് കൂടുതൽ പാരാന്തസിസിനായിരിക്കും. അതായത് ഞാനിപ്പോൾ നേരത്തെ എഴുതിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു? ഈ 3 - 2 ഞാൻ ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുത്തെങ്കിൽ ആദ്യം ഇവരാരും എക്സിക്യൂട്ട് ആവാതെ ആദ്യം എന്ത് ചെയ്തേനെ? 3 - 2 എന്ന് പറഞ്ഞ ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ചേനെ. ഓക്കെ, പിന്നെ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത്, പിന്നെ വരുന്ന പ്രസിഡൻസ് എന്ന് പറയുന്നത് എക്സ്പോണൻസിനാണ്. നമ്മളിപ്പോൾ എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രസിഡൻസ് ലെവലാണ്. ഓക്കെ, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രസിഡൻസ് ലെവലാണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രസിഡൻസ് ലെവലാണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രസിഡൻസ് ലെവലാണ്. പിന്നെ വരുന്ന ആരാണ്? അഡിഷനും സബ്ട്രാക്ഷനും. അഡിഷനും സബ്ട്രാക്ഷനും എന്താണ്? ഒരേ പ്രസിഡൻസ് ലെവലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ലൈനിൻ്റെ അകത്ത് ആദ്യം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ റീഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ഡിവിഷനെ അല്ലെങ്കിൽ ആരെയാണോ കാണുന്നത് അവരെ ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഡിവിഷൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? 6/8 എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി 6/2 എന്ന് എടുത്തു. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നടക്കുന്നത്? 6/2 ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എനിക്ക് എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറും? 5 + 3 × 3 × -2 എന്ന് വരും. ഇനി ആരെയായിരിക്കും നടക്കുന്നത്? ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ്റെ കഴിഞ്ഞു, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രസിഡൻസ് ആയിരുന്നു. ബട്ട് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് വന്നപ്പോൾ ആദ്യം കണ്ട ആൾ 6/2 ആയതുകൊണ്ട്, ഡിവിഷൻ ആയതുകൊണ്ട് ആ പുള്ളിയെ ചെയ്തെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യും? 3 × 3 ചെയ്യും. അതാണ് 5 + 9 - 2 എന്നുണ്ട്. ഇനി എന്താണ്? ഇനി 9 - 2 ആദ്യം ചെയ്യുമോ അതോ 5 + 9 ആദ്യം ചെയ്യുമോ? രണ്ടുപേർക്കും ഒരേ പ്രസിഡൻസ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ആരാണ്? 5 + 9 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 14 - 2 എന്നാവും. നെക്സ്റ്റ് നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? 12 എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ടേം? പെംഡാസ് എന്ന് പറയും. പാരാന്തസിസ്, എക്സ്പോണൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പ്രയോറിറ്റി. പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് വരുമ്പോൾ ആദ്യം ആരെ കാണുന്നു അവർ ചെയ്യും. അഡിഷനും സബ്ട്രാക്ഷനും ഒരേ പ്രയോറിറ്റി. ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്ത് വരുമ്പോൾ ആരാദ്യം കാണുന്നു അവരെ ചെയ്യും. അത്രയേ ഉള്ളൂ. ബൈ.